ഇന്നലത്തെ സർവകക്ഷി തീരുമാനം അനുസരിച്ച് ഇന്ന് മെഗാ കാടുവയക്കൽ യജ്ഞം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശത്ത് കാട് കയറിയ TRDMൻ്റെ സ്ഥലത്ത്, അതായത് ഭൂമി നൽകിയിട്ടും ആ ഭൂമിയിലേക്ക് കടന്നു വരാത്ത കാട് പിടിച്ച് കിടക്കുന്ന ആ ഫ്ലോട്ടുകളെല്ലാം ഇന്ന് എല്ലാ വിഭാഗം ജില്ലയിലെ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാടുവയക്കൽ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് 4 ടീമായി തിരിഞ്ഞാണ് ഇവിടെ കാടുവയക്കൽ യജ്ഞം നടത്തുന്നത്. പട്ടാളം, ഫോറസ്റ്റ്, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ കാടുവയക്കൽ യജ്ഞം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 4 ടീമായി തിരിഞ്ഞ് 4 ഗ്യാങ്ങായി തിരിഞ്ഞ് 4 പ്രദേശങ്ങളിൽ, അതായത് ബ്ലോക്ക് 12, 13, ബ്ലോക്ക് 7 തുടങ്ങിയ കാട് വലിയ തോതിൽ കാട്ടാന നിന്നാൽ പോലും കാണാത്ത നിലയിൽ വലിയ തോതിൽ കാട് പിടിച്ച് കിടക്കുന്ന ആ വനമായി മാറിയ പ്രദേശത്തെ അടിക്കാട് തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ മുഴുവൻ ഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു മഹായജ്ഞം ഒരു സന്നദ്ധ പ്രവർത്തനം പോലെ കാടുവയക്കൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 13-ാം ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസം വെള്ളി ലീല ദമ്പതികൾ കാട്ടാനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട ആ പ്രദേശത്താണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ടീം, ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇവിടെ ഈ കാടുവയക്കൽ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റ് 12-ാം ബ്ലോക്കിലും ഈ 13-ൻ്റെ മറ്റ് പല പ്രദേശങ്ങളിലുമെല്ലാം കാടുവയക്കൽ യജ്ഞത്തിൽ വിവിധ ഗ്രൂപ്പുകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ നേരിട്ടുകൊണ്ട് നടത്തി വരികയാണ്. കഴിഞ്ഞ 23-ാം തീയതി ആറളം ഫാമിലെ ദമ്പതികൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ ഈ പ്രദേശത്തെ പ്രശ്നങ്ങളെ പറ്റി പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് തീരുമാനിക്കുകയും തുടർന്ന് കാട് വെട്ടിത്തെളിക്കാനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താനും ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നലെ 2 പേരെ വീണ്ടും ആന ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും ബഹുമാനപ്പെട്ട സന്നിവേശ MLA അത് അധ്യക്ഷം വഹിക്കുകയും ചെയ്ത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അടുക്കാട് വെട്ടുന്നുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജനകീയമായി ചെയ്യണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് ഏകദേശം 200ഓളം പേർ പങ്കെടുത്തിട്ടുള്ളത്. ഇത് പ്രധാനമായും ഫോറസ്റ്റ്, യൂത്ത് ബ്രിഗേഡ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ചേർന്ന് ആണ് 200 പേരോളം പങ്കെടുക്കുന്നത്. ഇന്ന് വൈകുന്നത് ഒന്ന് നമ്മുടെ MRFൻ്റെ പരിസരത്ത്, പിന്നെ കോട്ടപ്പാറ ഏരിയ, പിന്നെ ഇവിടെ ഓടച്ചാൽ, പിന്നെ ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് 12-ൽ, പിന്നെ നമ്മുടെ GHS ഫാമില്ലേ അതിൻ്റെ പരിസരത്ത്. ഇതിൽ പങ്കെടുക്കുന്നത് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീവനക്കാരുണ്ട്, പിന്നെ യൂത്ത് ബ്രിഗേഡ്, AYFൻ്റെ യൂത്ത് ബ്രിഗേഡ്. ഇവിടെ ഉള്ളത് ഇപ്പോൾ ആരൊക്കെയാണ്? ഓടച്ചാൽ ഭാഗത്ത് ഫോറസ്റ്റുകാരാണുള്ളത്. പിന്നെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ യൂത്ത് ബ്രിഗേഡാണുള്ളത്. ഇവിടെ 12-ാം ബ്ലോക്കിലുള്ളത് ഇവിടുത്തെ ബ്ലോക്കിലെ താമസക്കാരും PRTൻ്റെ 3 പേരുമാണുള്ളത്. രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകളുടെ സന്നദ്ധ ആൾക്കാരുണ്ട്, പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, പിന്നെ നാട്ടുകാരെ സഹകരണമുണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരാണ് കൂടുതൽ. ആറളം ഫാമിലി ആന ശല്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ചേർന്ന് ആറളം ഫാമിൻ്റെ ഉൾപ്രദേശങ്ങളിൽ അടിക്കാട് തെളിയിക്കുന്ന ഒരു സംരംഭം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ AYFൻ്റെ നേതൃത്വത്തിൽ കോട്ടപ്പാറ ഭാഗങ്ങളിൽ ഞങ്ങളും AYFൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്.
അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ അടിക്കാട് വെട്ടിത്തെളിക്കുന്നുള്ള പരിപാടി നടക്കുകയാണ്. ഇന്നലെ താലൂക്ക് സഭയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത ആ താലൂക്ക് സഭയിൽ എടുത്ത തീരുമാനം ഇന്നിവിടെ നടപ്പിലാകുകയാണ്. വിവിധ സംഘടനകൾ AIYFന്റെ യൂത്ത് ബ്രിഗേഡ്, DYFI യൂത്ത് ബ്രിഗേഡ്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, റവന്യൂ, TRDM തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജില്ലയിലെ തന്നെ ഈ മേഖലയിൽ മലയോര മേഖലയിലെ ജനപ്രതിനിധികൾ, ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ EC രാജു തുടങ്ങി വാർഡ് മെമ്പർ മിനി ദിനേശൻ തുടങ്ങിയ ജനപ്രതിനിധികളും, അതോടൊപ്പം തന്നെ ആറളം വൈൽഡ് ലൈഫ് വാർഡൻ G പ്രദീപ്, കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ പ്രസാദ്, ആറളം വന്യജീവി അസിസ്റ്റന്റ് വാർഡൻ രമ്യ രാഘവൻ, ഇരിട്ടി തഹസിൽദാർ തുടങ്ങി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് ഈ മേഖലയിൽ ഇവിടെ ഈ അടിക്കാട് വയക്കൽ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ പ്രദേശമായതിനാൽ ഈ അടിക്കാടുകളിലാണ് ഇവർ തമ്പടിക്കുന്നത് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ അടിക്കാടുകൾ വയക്കി ഇവിടെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനപ്രകാരം ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് നല്ല രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് 250ഓളം ആളുകൾ, എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ, എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളെ ആദിവാസി മഹാസഭയും AKS തുടങ്ങിയ ആദിവാസി സംഘടനകൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സംരംഭം ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ചെവിറേട്ടാ പാല് ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. പിടിക്കടാ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ്യർ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.